മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ, അതായത് മുഖക്കുരു വന്നു പോയതിൻ്റെ പാടുകൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടായ കറുത്ത പാടുകൾ, സൺബേൺസ് ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ്, ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് സൺ ടാൻ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് സഹായിക്കുന്നതും കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അതോടൊപ്പം നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുഖം നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കൈ, മുഖം ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. കഴുത്തിലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. സോപ്പ് ഉപയോഗിച്ച് കഴുകാം, അല്ലെങ്കിൽ ഒന്ന് നനഞ്ഞ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈസി ആയിട്ട് മേടിക്കാനും പറ്റുന്നതാണ്. ഇനി ഹോസ്റ്റലിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട്, അരിപ്പൊടി സംഘടിപ്പിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബോട്ടിലിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അരിപ്പൊടി എടുത്തിട്ട് പോകാം. വീട്ടിലാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരുടെയും അരിപ്പൊടി ഉണ്ടാവും. സോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ചെറിയൊരു ബോട്ടിലിൽ എടുത്തിട്ട് പോയാൽ, ഒരു ടബ്, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടബിൽ എടുത്തിട്ട് പോയാൽ അത് നമുക്ക് കുറേ നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം നമ്മളത് യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡെഡ് സെൽസ് ഉണ്ട്, നമ്മൾ സ്ക്രബ്ബ് വേറൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് നമുക്ക് സ്ക്രബ്ബായിട്ടും യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. സോ നിങ്ങളത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ അരിപ്പൊടി ഒരു ബൗളിൽ ഒരു 1.5 സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഇടാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് നമുക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അരിപ്പൊടിയിൽ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒറ്റ തവണ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അരിപ്പൊടി നമ്മൾ ഫേസിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഫെയർനെസ്, ഒരു ബ്രൈറ്റ്നെസ് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റും. അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരെണ്ണമാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ സ്പോട്ട്സ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ആക്കാനും ഗ്രാജുവലി കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒപ്പം ഞാൻ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ഫ്രഷ്നെസ്, ഗ്ലോ, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ തേന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നല്ല രീതിയിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. രാവിലെയോ രാത്രിയോ എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. കാര്യം നമ്മൾ പുറത്തൊന്നും പോവില്ല, സമാധാനമായിട്ടിരുന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സോപ്പൊന്നും യൂസ് ചെയ്ത് കഴുകണ്ട, മേക്കപ്പോ പൗഡറോ ഒന്നും ഇതിന് പുറത്തിടേണ്ടി വരില്ല നൈറ്റ് ടൈം ആണെങ്കിൽ. സോ ഇതിൽ ഏറ്റവും ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടുന്നതും അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ്. സോ നമുക്കങ്ങനെ യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിൽ വരുന്ന ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും യൂസ് ചെയ്യണം. പക്ഷേ എല്ലാ ദിവസവും നിങ്ങളിതിൽ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് പാടില്ല. വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ കൂടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെച്ചേക്കുക. സാധാരണ വെള്ളത്തിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ഫേസ് പാക്ക് സെമി ഡ്രൈ ആയി കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്ത് കളയാം. എങ്ങനെയാണ് ഇതൊരു നല്ല ഫേസ് പാക്കായിട്ട് മാറുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യാനും ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഗ്രാജുവലി നമ്മുടെ ആ പ്രോബ്ലം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോബ്ലം വന്നു, അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്ന് വന്ന ഡാർക്ക് സ്പോട്ട്സ് ആണ്, അതൊന്നും പെട്ടെന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്തേ മതിയാവും. കാര്യം അത്രയും റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ട്, അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ സ്കിൻ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നൈറ്റ് നിങ്ങൾ ഈ ഒരു സെയിം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ ഒരു സ്കിന്ന് വന്നിട്ട് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ആയിട്ടുണ്ടാവും. ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് നല്ല ഒരു ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ആകുന്നതായിട്ടും അറിയാൻ പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ സ്കിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. അല്ല നിങ്ങൾക്കിപ്പം
അങ്ങനത്തെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് വേണ്ട. നമുക്ക് ഗ്രാജുവലി ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്ന കൈൻഡ് ഓഫ് റിസൾട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്യുക. കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഒരു 3 ദിവസം മാക്സിമം 3 ദിവസം വരെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പാക്ക് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യരുത്. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇത് വളരെ മൈൽഡായിട്ടുള്ള ഒരു പാക്കാണ്. സോ ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ വാഷ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അതൊന്ന് ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. പിന്നെ ഈ പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരിക്കണം. അപ്പോഴായിരിക്കും അരിപ്പൊടി നന്നായിട്ട് തൈരിൽ കുതിരുന്നത്. അതിനുശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം മുന്നെയാണ് നമ്മൾ ഇത് ഓർത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും. എത്ര തന്നെ നിങ്ങൾ കെയർ ചെയ്യാത്ത ഒരു സ്കിന്നായിരുന്നാലും പുറത്തുനിന്നൊന്നും വേറെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ആ ഒരു സമയത്ത് ട്രൈ ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങൾക്കൊരു കല്യാണം കൂടാനൊക്കെ പോകുന്നപ്പോൾ നമുക്ക് കുറേ പേരെ കാണുന്നതാണ് ഇൻസ്റ്റൻ്റ് ഒരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിൽ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. സോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ 5-6 ദിവസം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഒരു ദിവസമേ ഉള്ളെങ്കിൽ പോലും തലേദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് തലേദിവസം അപ്ലൈ ചെയ്യാനാണ് ഒരു ടൈമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ രാവിലെ പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. എന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. നിറയെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുക. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ചെറിയ ചൂടുവെള്ളം ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എക്സസ് ആയിട്ട് ഓയിലിനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനപ്പ് ആയിട്ടുണ്ട്. കണ്ടോ എത്രമാത്രം സ്കിൻ ഗ്ലോ ആകുന്നുണ്ട്. ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് ബെസ്റ്റാണ്. സോ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഇതിനോടൊപ്പം ടേമറിക് യെല്ലോ ടിൻറ്റ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും കൂടെ ചേർത്ത് ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഈ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ തന്നെ നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക. സോ അലോവേര ജെല്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. കണ്ടോ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആ കവിളിൻ്റെ ഭാഗത്തൊക്കെ തിളങ്ങുന്നുണ്ടോ. ഗ്ലാസ് സ്കിൻ എഫക്റ്റ് കിട്ടിയില്ലേ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബേസ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. മേക്കപ്പ് ചെയ്യുമ്പോൾ മാറ്റ് ഫിനിഷ് ഉള്ളതാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്ലോ മേ ബി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഒരു സ്കിന്നുമായിട്ടാണ് പുറത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി അമേസിങ് ഗൈസ്. അമേസിങ് റിസൾട്ട് കിട്ടും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടാത്ത ആരും ഉണ്ടാവില്ല. അത്രമാത്രം സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ഫെയിലാകാതെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തോ. സിസ്റ്റേഴ്സൊക്കെ ആണ്, വീട്ടിലെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ടോ. ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മടിക്കണ്ട. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത്രയും റിസൾട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന കുറേ പാക്സായിട്ട് ഇനിയും ഞാൻ വീഡിയോയിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.